എല്ലാ ദൈവമക്കൾക്കും വന്ദനം. ഉണർവിനെ കുറിച്ച് ഞാൻ 1-2 വാക്കുകൾ മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പാമ്പാടി ചർച്ചിൽ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ്. ഓരോ ദിവസവും കർത്താവ് തൻ്റെ ദാസന്മാരെ നമ്മുടെ നടുവിൽ അയച്ച് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്നലെ കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സിബി മാത്യു ഫ്രം കട്ടപ്പന, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഒരു സംഭവം അത് എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചു. അത് മാത്രം ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കുകയാണ്. അദ്ദേഹം വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിൽ വളരെ ശക്തമായി പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസനാണ്. കൊറിയയിൽ നടന്ന ഉണർവിനെക്കുറിച്ച് പോൾ യോങ്കിച്ചോ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ മുഖാന്തരം നടന്ന റിവൈവൽ നമുക്കറിയാം. ആ ചർച്ചിനെ കുറിച്ച് നമുക്ക് അറിയാം. ഞാൻ കേൾക്കാത്ത ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. ആ ഉണർവിന് മുന്നോടിയായിട്ട് പരിശുദ്ധാത്മാവ് പോൾ യോങ്കിച്ചയോട് ഒരു കോഡിനെ കുറിച്ച് സംസാരിച്ചു. നീ നിൻ്റെ കൂടെയുള്ളവർക്കും എല്ലാവർക്കും ഒരു കോഡ് കൊടുക്കണം. ആ കോഡ് മറ്റൊന്നുമല്ല, ബൈബിൾ പറയുന്നൊരു പദമാണ് ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതി, കർത്താവിന് സ്തോത്രം കരയറ്റുകയാണ്. രാജത്വം ക്രിസ്തുവിന് വന്നപ്പോൾ മുഴുവൻ ശബ്ദത്തിൽ ഉയർന്നു വന്നൊരു വോയിസാണ് ഹല്ലേലൂയ. വെളിപ്പാടുകാരൻ അങ്ങനെ പറയുന്നു. അപ്പോൾ പോൾ യോങ്കിച്ചോ കൂടെയുള്ളവർക്കെല്ലാം ഒരു കോഡ് കൊടുത്തു. കടയിൽ സാധനം വാങ്ങാൻ വരുമ്പോൾ ചില പ്രത്യേക സാധനങ്ങൾക്ക് പാക്കറ്റിൽ അവർ കൊടുത്തിരിക്കുന്ന പേര് ഹല്ലേലൂയ. അത് പാലിൻ്റെ കവറാകട്ടെ, ബിസ്ക്കറ്റാകട്ടെ, ചില കടയുടെ പേര്, ചില വാഹനങ്ങളുടെ പേര്, സ്ഥാപനങ്ങളുടെ പേര്, ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് ഹല്ലേലൂയ. അപ്പോൾ ഇത് വാങ്ങാൻ വരുന്നവർ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ബണ്ണുണ്ടെങ്കിൽ ആ ബണ്ണിൻ്റെ കവറിൻ്റെ പേര്, ആ ബണ്ണിൻ്റെ പേര് ഹല്ലേലൂയ എന്നാണ്. അപ്പോൾ ജനം മുഴുവൻ ഈ പദം പറയുകയാണ്, ഹല്ലേലൂയ. ഒരു സാധനം വാങ്ങണം, അവർക്ക് ആ പേര് പറയാതെ വാങ്ങാൻ ഒക്കത്തില്ല. ഏത് കടയിൽ പോവുക, കടയുടെ പേര് പറയുമ്പോൾ ഹല്ലേലൂയ. അപ്പോൾ ആ കടയിൽ പോകുക. അപ്പോൾ ജനം മുഴുവൻ റോട്ടിലും റോഡ് സൈഡിലും വീടുകളിലും കടകളിലും കടയ്ക്കകത്തും വാഹനങ്ങളിലും എല്ലാം ഉയരുന്ന ഒരു ശബ്ദം ഹല്ലേലൂയ. അവസാനം കൊറിയ ഉണർവിലേക്ക് വരികയാണ്. സഹോദരങ്ങളെ, എനിക്ക് ഒത്തിരി ആവേശം ഉണർത്തിയ ഒരു എക്സ്പീരിയൻസാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളെല്ലാം ഉണർവിന് വേണ്ടി നിൽക്കുന്നവരാണ്. പരിശുദ്ധാത്മാവ് തനിക്ക് കൊടുത്ത ആ കോഡ് ആ രാജ്യം മുഴുവൻ ഹല്ലേലൂയയുടെ വോയിസ് ഉയരാനിടയായി തീർന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്റ്റ് ചർച്ചായിട്ട് യോങ്കിച്ചയുടെ ചർച്ച് മാറി. താങ്ക് ഗോഡ്. ഒരൊറ്റ കോഡ് ഹല്ലേലൂയ. നമുക്ക് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും പ്രയത്നിക്കുന്നവരുമാണ് നമ്മൾ. കർത്താവിനോട് ഇതുപോലെ നമുക്ക് ചോദിക്കാം, കർത്താവേ ഞങ്ങൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, അതുപോലെ നമുക്ക് ചെയ്യാം, അതുപോലെ നമുക്ക് വർക്ക് ചെയ്യാം. എവറി നീ ഷാൽ ബൗ, എവറി ടങ് കൺഫസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.